ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു കിടിലൻ തമിഴ് ഹൊറർ സിനിമയുടെ കഥയാണ്. ദ ഡാർക്ക് ബൈബിൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമ തുടക്കം മുതൽ അവസാന നിമിഷം വരെ ദുരൂഹതയും ഭയപ്പെടുത്തുന്ന സംഭവങ്ങളും നിറഞ്ഞതാണ്. പുതിയ ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഉപ്പിലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സമയം കളയാതെ നേരെ സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ 1600കളിലെ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്തിയത്. ആദ്യം അവർ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. വ്യാപാരത്തോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസങ്ങളും കത്തോലിക്ക ആചാരങ്ങളും ഇവിടത്തിൽ പ്രചരിപ്പിക്കാനും അവർ ശ്രമിച്ചു. കാലം കടന്നു പോകുന്നതിനോടൊപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വലിയ സ്വാധീനം നേടിയെടുത്തു. പിന്നീട് 1880ഓടെ സാഹചര്യങ്ങൾ മാറി തുടങ്ങി. ആ സമയത്ത് ചിലർ ക്രിസ്ത്യൻ പുരോഹിതരുടെ വേഷം ധരിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഉൾഗ്രാമങ്ങളിലേക്ക് എത്തി. എന്നാൽ അവർ യഥാർത്ഥ പുരോഹിതന്മാരായിരുന്നില്ല. അവർ രഹസ്യമായി ബ്ലാക്ക് മാജിക്കും സാത്താനെ ആരാധിക്കുന്ന ആചാരങ്ങളും പ്രചരിപ്പിക്കുകയായിരുന്നു. അവരുടെ ഉപദേശങ്ങൾ സാധാരണ മതപഠനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. ഇവർ സാത്താന്റെ അനുയായികളായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ഫെർണാണ്ടസ് എന്ന ആളായിരുന്നു. കൂടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ യുവശിഷ്യൻ ആർമേലിയസും ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പിന്നോക്ക ഗ്രാമങ്ങളിൽ തങ്ങളുടെ ഇരുണ്ട വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഗ്രാമവാസികളിൽ പലരും അവരുടെ സ്വാധീനത്തിൽ വീണു. പക്ഷേ അതിൽ തൃപ്തിപ്പെടാത്ത ഫെർണാണ്ടസ് തന്റെ ആശയങ്ങൾ കൂടുതൽ ശക്തമായി വ്യാപിപ്പിക്കാൻ ഒരു അപകടകരമായ പുസ്തകം തയ്യാറാക്കി. ആ പുസ്തകത്തിന്റെ പേര് മലേഷ്യസ് മാഗ്നസ്. ബ്ലാക്ക് മാജിക്കിന്റെയും നിരോധിക്കപ്പെട്ട ഇരുണ്ട ശക്തികളുടെയും രഹസ്യങ്ങൾ അടങ്ങിയ ഈ ഗ്രന്ഥം ഉപയോഗിച്ച് മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെട്ടു. എന്നാൽ ആ പുസ്തകത്തിന്റെ ശക്തി പരീക്ഷിക്കുന്നതിനു മുൻപേ ഫെർണാണ്ടസ് മരിച്ചുപോകുന്നു. ശേഷം ആ പുസ്തകം കൈവശമായ ആർമേലിയസ് ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് തന്നെ ഫെർണാണ്ടസിനെ വീണ്ടും ജീവനോടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈ ഭീകരമായ കർമ്മം മുഴുവൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് വിക്ടോറിയ എന്ന യുവതിയായിരുന്നു. ആ സംഭവം അവളുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും തകർക്കുന്നു. ഇതെല്ലാം നടന്നതിന് പിന്നാലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആർമേലിയസിനെയും അനുയായികളെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവർ പോയതുകൊണ്ട് എല്ലാം അവസാനിച്ചില്ല. അവരുടെ വിശ്വാസങ്ങൾ പിന്തുടർന്ന ആളുകൾ ഇന്നും രഹസ്യമായി സാത്താനെ ആരാധിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, ഓരോ 10 വർഷം കൂടുമ്പോഴും ഒരു മനുഷ്യബലി സാത്താന് സമർപ്പിക്കണം എന്നൊരു ആചാരവും അവർ തുടർന്നു. സിനിമയുടെ അടുത്ത രംഗം ഈ ക്രൂരത എത്ര ഭീകരമാണെന്ന് കാണിച്ചു തരുന്നു. ആർമേലിയസിന്റെ അനുയായികൾ ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി ബലിയർപ്പിക്കുന്നു. ആ ഒരു ഒറ്റ രംഗം തന്നെ അവർ എത്ര നിഷ്ഠൂരവും മനുഷ്യത്വമില്ലാത്തവരുമാണെന്ന് വ്യക്തമാക്കുന്നു. അതിനുശേഷം കഥ 1973ലേക്ക് മാറുന്നു. നമ്മൾ വീണ്ടും അസ്തിനാപുരം ഗ്രാമത്തിലെത്തുന്നു. ഈ ഗ്രാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വിചിത്രമായ കാര്യം മനസ്സിലാകുന്നു. ഇവിടുത്തെ ആളുകൾക്ക് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ഈ ഗ്രാമം പുറംലോകത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അവിടെയാണ് നമ്മൾ വിക്ടോറിയയുടെ മകൾ മേഴ്സിലിനെ കാണുന്നത്. മേഴ്സിലിനൊരു മകളുണ്ട്. അവളുടെ പേര് അലീഷ. അതേസമയം വിക്ടോറിയയെ വീട്ടിലെ ഒരു പ്രത്യേക മുറിയിൽ എപ്പോഴും പൂട്ടിയിട്ട നിലയിലാണ് കാണുന്നത്. ഭക്ഷണം പോലും ആ മുറിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു ദിവസം മേഴ്സിലിൻ അമ്മയ്ക്ക് ഭക്ഷണം നൽകാൻ ശ്രമിച്ചെങ്കിലും വിക്ടോറിയ അത് കഴിക്കാൻ തയ്യാറാകുന്നില്ല. അതിനാൽ മേഴ്സിലിൻ തന്റെ മകൾ അലീഷയോട് അമ്മമ്മയ്ക്ക് പോയി ഭക്ഷണം കൊടുക്കാൻ പറയുന്നു. എന്നാൽ അലീഷ ആ മുറിയുടെ അടുത്തെത്തുമ്പോൾ അകത്തുനിന്ന് വിചിത്രമായ ചിരികളും അസ്വാഭാവിക ശബ്ദങ്ങളും കേൾക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദങ്ങൾ കേട്ടാൽ തന്നെ വിക്ടോറിയ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും അവളുടെ ഉള്ളിൽ എന്തോ ഭീകരമായ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നും മനസ്സിലാകും. ഇതിലും ഭയപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നായിരുന്നു. മേഴ്സലിൻ സ്വന്തം അമ്മയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം പച്ച മാംസമായിരുന്നു. അതോടെ ആ കുടുംബത്തിൽ എന്തോ വലിയ ഒരു ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുവെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായി തോന്നി തുടങ്ങുന്നു. ഇതിനുശേഷം കഥ 1989കളിലേക്ക് മാറുന്നു. ഇപ്പോൾ അലീഷ വളർന്ന് ഒരു കൗമാരക്കാരിയായിരിക്കുന്നു. അവൾക്ക് ഐറിൻ എന്നൊരു അനിയത്തിയുണ്ട്. എന്നാൽ ഐറിന് കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല. ഇതുവരെ സിനിമയിൽ മേഴ്സലിന്റെ ഭർത്താവിനെ ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. അതുതന്നെയും ഒരു വലിയ ദുരൂഹതയാണ്. അലീഷയുടെ ജീവിതം ഒരു സാധാരണ പെൺകുട്ടിയുടേതായിരുന്നില്ല. കാരണം സ്വന്തം അമ്മയുടെ പെരുമാറ്റം ഓരോ ദിവസവും കൂടുതൽ വിചിത്രമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മേഴ്സലിൻ അലീഷയെ സ്കൂളിലേക്ക് അയക്കുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം അതേ ഗ്രാമത്തിൽ താമസിക്കുന്ന സാഗർ എന്ന ഒരു യുവാവിനെ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നത്തെ അഗസ്ത്യാപുരത്തിലെ ഭൂരിഭാഗം ആളുകളും വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഗ്രാമത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്നും സാത്താനെ ആരാധിക്കുന്ന കുടുംബങ്ങളും അവരുടെ പിൻതലമുറക്കാരും ജീവിച്ചിരിപ്പുണ്ട്. അലീഷയും താമസിക്കുന്നത് അത്തരമൊരു പ്രദേശത്താണ്. സാഗറിന് അലീഷയോട് ഇഷ്ടമുണ്ട്. പക്ഷേ അവളോട് സംസാരിക്കാൻ പോലും അവന് ധൈര്യമില്ല.
കാര്യം ബാല്യം മുതൽ തന്നെ ഗ്രാമത്തിലുള്ളവർ അലീഷയെയും അവളുടെ കുടുംബത്തെയും കുറിച്ച് ഭയപ്പെടുത്തുന്ന കഥകളാണ് പറഞ്ഞിരുന്നത്. അവരുടെ വീട്ടുകാർ സാധാരണക്കാരല്ല, അവരുടെ വീട്ടിൽ എന്തോ ദുരൂഹമായ കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ കേട്ടാണ് സാഗർ വളർന്നത്. ഒരു ദിവസം സ്കൂളിൽ എല്ലാവരും ബാസ്കറ്റ്ബോൾ കളിക്കുകയായിരുന്നു. അലീഷയും അവിടെ ഇരുന്ന് കളി കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു പോകുന്നു. പക്ഷെ അവൾ പോയ ഉടനെ ഒരു കാരണവുമില്ലാതെ രണ്ട് ടീമുകൾ തമ്മിൽ വലിയ അടിപിടി നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ആ സമയത്ത് പ്രേക്ഷകർക്കും ഒരു സാധാരണ വഴക്കായി മാത്രമേ അതിനെ തോന്നുന്നുള്ളൂ. പക്ഷെ പിന്നീട് അതിന് പിന്നിലെ യഥാർത്ഥ കാരണം സിനിമ വെളിപ്പെടുത്തുന്നുണ്ട്. അതിനിടെ മേഴ്സിലിൻ അലീഷ പഠിക്കുന്ന സ്കൂളിലെ പള്ളിയിലെത്തുന്നു. അവിടെ ഫാദർ സേവ്യർ ഉണ്ടായിരുന്നു. മേഴ്സിലിനെ കണ്ടപ്പോൾ തന്നെ ഫാദറുടെ മുഖത്ത് അസ്വസ്ഥത പ്രകടമായി. അവൾക്ക് പള്ളിയിൽ വരാൻ വിലക്കുള്ളതുപോലെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. എന്നാൽ മേഴ്സിലിൻ അവിടെ വന്നത് ദൈവത്തിനോട് മാപ്പ് ചോദിക്കാനായിരുന്നു. അവൾ വീണ്ടും വീണ്ടും പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ദൈവം എന്നോട് ക്ഷമിക്കും. പക്ഷേ സേവ്യർ പറയുന്നത് മറ്റൊന്നാണ്: നീ ചെയ്ത പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കില്ല. അപ്പോഴും മേഴ്സിലിൻ പ്രതീക്ഷ കൈവിടുന്നില്ല. ദൈവം എന്നെ ഉപേക്ഷിക്കില്ല, അവൾ ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു. അപ്പോഴാണ് അവിടെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവം നടക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പ്രതിമ പതുക്കെ തല തിരിച്ച് മേഴ്സിലിന്റെ ഭാഗത്തേക്ക് നോക്കുന്നു. ആ കാഴ്ച കണ്ട സിസ്റ്റേഴ്സ് എല്ലാവരും ഭയന്ന് വിറയ്ക്കുന്നു. ഫാദർ സേവ്യർ മാത്രം അതിനെ ദൈവത്തിന്റെ അടയാളമായിട്ടാണ് കാണുന്നത്. എന്നാൽ പ്രേക്ഷകർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അത് ദൈവത്തിന്റെ ഇടപെടലായിരുന്നില്ല, മറ്റേതോ ഇരുണ്ട ശക്തി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം മേഴ്സിലിൻ ഫാദർ സേവ്യറിനോട് ഒരു ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു: എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് എന്നെ ഇതെല്ലാം ചെയ്യാൻ നിർബന്ധിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റുകൾ എൻ്റെ ഇഷ്ടപ്രകാരമല്ല. അവൾ പറയുന്നത് കേട്ട് ഫാദർ സേവ്യറും ഞെട്ടിപ്പോകുന്നു. ആ ശബ്ദം മറ്റാരുടേതുമല്ല, അവളുടെ സ്വന്തം അമ്മയായ വിക്ടോറിയയുടേതാണ്. എന്നാൽ അതൊരു സാധാരണ മനുഷ്യ ശബ്ദമല്ല, ഒരു ദുരാത്മാവിന്റെ ശബ്ദം പോലെ തോന്നുന്ന ഭയപ്പെടുത്തുന്ന സ്വരമാണ്. മേഴ്സിലിൻ എത്ര ശ്രമിച്ചാലും ആ ശബ്ദത്തെ അനുസരിക്കാതിരിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. ആരോ തന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് പോലെയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. അവളുടെ കയ്യിൽ ഒരു പെന്റഗ്രാം ചിഹ്നവും കാണാം. സാത്താന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അതീവ അപകടകരമായ ഒരു അടയാളം. ഇതിനിടെ സാഗർ തന്റെ ഇഷ്ടം അലീഷയെ അറിയിക്കാൻ ഒരു ചെറിയ സമ്മാനം അവൾക്ക് നൽകുന്നു. സ്കൂൾ കഴിഞ്ഞ് അവൾ ആ സമ്മാനം തുറക്കുമോ എന്നറിയാൻ സാഗറും കൂട്ടുകാരും ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നു. പക്ഷേ അലീഷ അത് തുറക്കാതെ ബാഗിൽ വെക്കുന്നു. പിന്നീട് അലീഷയുടെ സുഹൃത്ത് ചോദിക്കുന്നു: നിനക്കും സാഗറിനെ ഇഷ്ടമാണോ? കുറച്ച് നാണത്തോടെയാണെങ്കിലും അലീഷ അത് സമ്മതിക്കുന്നു. അതെ, തനിക്കും സാഗറിനെ ഇഷ്ടമാണ്. അതോടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ പ്രണയരേഖയും കഥയിൽ ആരംഭിക്കുന്നതായി തോന്നുന്നു. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. അപ്പോഴാണ് ഒരു സിസ്റ്റർ ഓടിയെത്തി അലീഷയോട് പറയുന്നത്: മേഴ്സിലിനോട് സംസാരിച്ചതിന് ശേഷം ഫാദർ സേവ്യറിന് പെട്ടെന്ന് കടുത്ത പനി പിടിച്ചുവെന്ന്. ഉടൻ വീട്ടിലേക്ക് പോകാൻ അവൾ അലീഷയോട് ആവശ്യപ്പെടുന്നു. അലീഷയും ഐറിനെയും കൂട്ടി വീട്ടിലെത്തുന്നു. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവളെ ഭയപ്പെടുത്തുന്നു. മേഴ്സിലിൻ ചിലപ്പോൾ വളരെ സാധാരണമായി സംസാരിക്കും. അടുത്ത നിമിഷം തന്നെ എനിക്ക് ആളുകളുടെ വിരലുകൾ മുറിക്കണം, അവരുടെ പല്ലുകൾ പറിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ പെരുമാറാൻ തുടങ്ങും. അലീഷയ്ക്ക് സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാകുന്നു. അലീഷ അമ്മയെ വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ മേഴ്സിലിന് ആദ്യം അയൽ വീട്ടിൽ ചെറിയൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നു. അലീഷ ആദ്യം അയൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വീടിന്റെ വാതിൽക്കൽ എത്തിയപ്പോഴാണ് അവളുടെ കണ്ണിൽ പെടുന്നത് വാതിലിൽ മുഴുവൻ രക്തക്കറകൾ. അതുകണ്ട് അവൾ ഭയന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ഒരു മുറിച്ചെടുത്ത മനുഷ്യവിരൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നു. ആ കാഴ്ച കണ്ടതും അലീഷയുടെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങുന്നു. ഒന്നും ആലോചിക്കാതെ അവൾ ഓടി സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് അതിലും ഭീകരമായ കാഴ്ചയായിരുന്നു. ചെറിയ സഹോദരി ഐറിൻ ഭയന്ന് ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അടുക്കളയിൽ മേഴ്സിലിൻ ഒരു കത്തിയെടുത്ത് സ്വന്തം വിരലുകൾ തന്നെ മുറിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അലീഷ ഓടിച്ചെന്ന് കത്തി പിടിച്ചു മാറ്റുന്നു. അല്പനേരം മുൻപ് ഭ്രാന്തു പോലെ പെരുമാറിയ മേഴ്സിലിൻ അടുത്ത നിമിഷം ഒന്നും സംഭവിക്കാത്തതുപോലെ സാധാരണ നിലയിലേക്ക് തിരികെ വരുന്നു. സ്വന്തം ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അവളുടെ മുഖത്ത് ഭയവും നിസ്സഹായതയും മാത്രം. അന്ന് രാത്രി കുടുംബം ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. പതിവ് പോലെ ഭക്ഷണത്തിനു മുൻപ് പ്രാർത്ഥിക്കണമെന്ന് മേഴ്സിലിൻ പറയുന്നു. അവർ പ്രാർത്ഥന ആരംഭിച്ചതു മാത്രം വിക്ടോറിയയുടെ മുറിയിൽ നിന്ന് പതുക്കെ പതുക്കെ ചൂളം വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദം കേട്ടതും മേഴ്സിലിന്റെ മുഖഭാവം പൂർണ്ണമായും മാറുന്നു. വീണ്ടും ഏതോ അദൃശ്യശക്തി അവളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ വീണ്ടും വിചിത്രമായി പെരുമാറി തുടങ്ങുന്നു. ഇതെല്ലാം കണ്ട് അലീഷയുടെ മനസ്സ് തകർന്നു പോകുന്നു. ഒരു കാലത്ത് സ്നേഹത്തോടെ ജീവിച്ചിരുന്ന അമ്മയെ ഇങ്ങനെ കാണേണ്ടി വരുമെന്ന് അവൾ വിചാരിച്ചതേയില്ല. അടുത്ത ദിവസം രാവിലെ അലീഷ സ്കൂളിൽ പോകില്ലെന്ന് തീരുമാനിക്കുന്നു. അമ്മയെ ഒറ്റയ്ക്ക് വീട്ടിൽ വിട്ടുപോകുവാൻ അവൾക്ക് ഭയമായിരുന്നു.
പക്ഷെ മേഴ്സിലിന് അത് സമ്മതിച്ചില്ല. എന്നെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടിട്ട് നീ സ്കൂളിലേക്ക് പോകും. എനിക്ക് തന്നെ എപ്പോൾ എന്തു ചെയ്യുമെന്ന് അറിയില്ല. ആ വാക്കുകൾ കേട്ട് അലീഷയുടെ കണ്ണുകൾ നിറയുന്നു. സ്വന്തം അമ്മയെ ഒരു കുറ്റവാളിയെ പോലെ പൂട്ടിയിട്ട് പോകാൻ അവൾക്ക് മനസ്സില്ല. എന്നാൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വാതിൽ പൂട്ടി സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെത്തിയിട്ടും അലീഷയ്ക്ക് മനസ്സമാധാനമില്ല. ക്ലാസ്സിലിരുന്ന് പഠിക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ ചെവിയിൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മുഴങ്ങാൻ തുടങ്ങുന്നു. ആരും കേൾക്കാത്ത നിലവിളികളും വിചിത്രമായ ശബ്ദങ്ങളും. അവൾ ഭയന്ന് ചുറ്റും നോക്കുന്നു. പക്ഷെ മറ്റാർക്കും ഒന്നും കേൾക്കുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നു. ഇത്തരം അനുഭവങ്ങൾ അലീഷയ്ക്ക് പുതുമയല്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമത്തിലുള്ളവർ അവളെ വിചിത്രമായ പെൺകുട്ടി എന്ന് വിളിച്ചിരുന്നത്. അതേസമയം ഗ്രാമത്തിൽ മറ്റൊരു ദുരന്തവും നടക്കുന്നു. ഒരു ദമ്പതികളുടെ ചെറിയ മകൾ ഏഞ്ചൽ പെട്ടെന്ന് കാണാതെയാകുന്നു. മകളെ തിരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വീടിനകത്തു നിന്നും പുറത്തു നിന്നും ഒരേ സമയം കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്നു. അവർ പുറത്തേക്ക് ഓടുന്നു. അവിടെ ഇരുട്ടിനടിയിൽ തങ്ങളുടെ മകൾ മുന്നിലൂടെ നടക്കുന്നതായി അവർ കാണുന്നു. പക്ഷെ അവളുടെ പിന്നാലെ പോകാൻ ശ്രമിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്. ഇതെല്ലാം യാഥാർത്ഥ്യമല്ല, ആരോ സൃഷ്ടിച്ച ഭയാനകമായ ഒരു മായാജാലം മാത്രമാണ്. അടുത്തിരുന്ന് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മേഴ്സിലിനായിരുന്നു. അതേസമയം സ്കൂളിലിരുന്ന അലീഷയെ ഒരു കറുത്ത റൈവർ പക്ഷി ജനലിന് പുറത്തിരുന്ന് നിരീക്ഷിക്കുന്നു. ആ പക്ഷിയെ കണ്ടപ്പോൾ അലീഷ അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ടീച്ചർ അലീഷയെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. അതിനിടയിൽ സാഗർ തന്റെ സുഹൃത്തായ മോനിക്ക് ഒരു പേപ്പർ നൽകുന്നു. അതിൽ അവരുടെ വീട്ടിലെ ലാൻഡ്ലൈൻ നമ്പർ എഴുതിയിരുന്നു. മോനി ആ നമ്പർ അലീഷയ്ക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു, സാഗറിന്റെ അച്ഛന് വളരെ നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ അറിയാം. നിനക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാം. അത് കേട്ട അലീഷയ്ക്ക് വിഷമമാകുന്നു. എല്ലാവരും തന്നെ ഭ്രാന്തിയാണെന്ന് കരുതുന്നുവെന്നാണ് അവൾക്ക് തോന്നിയത്. സാഗറിന്റെ യഥാർത്ഥ ഉദ്ദേശം പക്ഷേ അവളെ സഹായിക്കാനായിരുന്നു. ഇത് മനസ്സിലാകാതെ അലീഷ ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു പോകുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കാണാതായ ഏഞ്ചലിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരയുന്നത് അലീഷ കാണുന്നു. പ്രത്യേകിച്ച് ഏഞ്ചലിന്റെ അമ്മ ദേഷ്യത്തോടെ അലീഷയെ നോക്കുന്നു. മകളെ കാണാതാക്കിയതിന് പിന്നിൽ അലീഷയുടെ കുടുംബമാണെന്ന സംശയം അവൾക്കുണ്ടായിരുന്നു. അലീഷ ഒന്നും പറയാതെ ഐറിനെയും കൂട്ടി വേഗത്തിൽ വീട്ടിലേക്ക് നടക്കുന്നു. രാവിലെ പൂട്ടിയിട്ടിട്ടു പോയ മേഴ്സിലിനെയും കാണിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ പെരുമാറ്റം വീണ്ടും അസ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഈ വീടിനുള്ളിൽ സാധാരണ മനുഷ്യർക്കപ്പുറം മറ്റേതോ ഭയാനകമായ ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അലീഷയ്ക്കും ഇപ്പോൾ കൂടുതൽ ഉറപ്പാകുന്നു. അന്ന് രാത്രി വീണ്ടും ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മേശക്കരികിലിരിക്കുന്നു. പതിവ് പോലെ മേഴ്സിലിൻ അലീഷയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു. പക്ഷേ അലീഷ പ്രാർത്ഥന തുടങ്ങുന്ന നിമിഷം തന്നെ വീട്ടിലെ എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് അണഞ്ഞുപോകുന്നു. അതേസമയം മുകളിലെ മുറിയിൽ നിന്ന് വിക്ടോറിയ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങുന്നു. വിശക്കുന്നുവെന്നായിരുന്നു അവരുടെ നിലവിളി. ഉടൻ മേഴ്സിലിൻ അലീഷയോട് പറയുന്നു, പോയി അമ്മമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടു വാ. അലീഷ കുറച്ച് പച്ചമുട്ട ഒരു പാത്രത്തിലെടുത്ത് വിക്ടോറിയയുടെ മുറിക്ക് പുറത്തു വെക്കുന്നു. അവൾ തിരികെ താഴേക്ക് വരുമ്പോൾ ഐറിൻ നിലത്തിരുന്ന് ഭയന്ന് വിറയ്ക്കുകയാണ്. മേഴ്സിലിനെ എവിടെയും കാണാനില്ല. അമ്മയെ തിരഞ്ഞ് അലീഷ വീടിന്റെ അകത്തേക്ക് പോകുന്നു. അവിടെ കണ്ട കാഴ്ച അവളുടെ രക്തം മരവിപ്പിക്കുന്നതായിരുന്നു. ഒരു വാതിലിന്റെ പിന്നിലിരുന്നു കൊണ്ട് മേഴ്സിലിൻ സ്വന്തം പല്ലുകൾ ഓരോന്നായി പറിച്ചെടുക്കുകയായിരുന്നു. അത് കണ്ടതും അലീഷ ഞെട്ടിപ്പോകുന്നു. മുമ്പ് മേഴ്സിലിൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലൂടെ മിന്നിപ്പോകുന്നു. ആരുടെയെങ്കിലും പല്ലുകൾ പറിക്കണം, വിരലുകൾ മുറിക്കണം. അവൾ പറഞ്ഞതെല്ലാം ഇപ്പോൾ സ്വന്തം ശരീരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം വീടിനുള്ളിലെ എല്ലാ സാധനങ്ങളും തനിയെ ചലിക്കാൻ തുടങ്ങുന്നു. പാത്രങ്ങളും കസേരകളും ഒന്നൊന്നായി നിലത്തു വീഴുന്നു. മുഴുവൻ വീടും ആ അദൃശ്യശക്തിയുടെ നിയന്ത്രണത്തിലായതുപോലെ തോന്നുന്നു. ഇതെല്ലാം കണ്ട് അലീഷ ഭയന്ന് കരയാൻ തുടങ്ങുന്നു. പക്ഷെ കുറച്ച് നിമിഷങ്ങൾക്കകം മേഴ്സിലിൻ ബോധം കെട്ട് നിലത്തു വീഴുന്നു. ഉടനെ അലീഷ ഐറിനോട് ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഐറിൻ ആദ്യം ഓർമ്മ വരുന്നത് സാഗറിനെയാണ്. സാഗർ നൽകിയ ഫോൺ നമ്പർ വീട്ടിലുണ്ടായിരുന്നതിനാൽ അവൾ അതിലേക്ക് വിളിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആരും ആ സമയത്ത് ഫോൺ എടുക്കുന്നില്ല. അതിനിടയിൽ ഗ്രാമവാസികൾ മേഴ്സിലിന്റെ വീട്ടിലെത്തുന്നു. കാണാതായ ഏഞ്ചലിനെ തട്ടിക്കൊണ്ടുപോയത് മേഴ്സിലിനാണെന്നാണ് അവർ ആരോപിക്കുന്നത്. അലീഷ അത് ശക്തിയായി നിഷേധിക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് നടക്കാൻ പോലും കഴിയില്ല, പിന്നെ അവർ എങ്ങനെയാണ് ആരെയെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നത്? അവൾ ചോദിക്കുന്നു. തെളിവൊന്നുമില്ലാത്തതിനാൽ ഗ്രാമവാസികൾ താൽക്കാലികമായി അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഗ്രാമത്തെ നടക്കുന്നു. ഫാദർ സേവ്യർ സ്വന്തം പള്ളിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഉടനെ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. പള്ളിയിലെ സിസ്റ്റർ മദർ ഷീല ഇൻസ്പെക്ടറോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. ഫാദറുടെ മരണവാർത്ത ഇപ്പോൾ പുറത്തറിയിക്കരുത്. പക്ഷേ നിയമപ്രകാരം അത് സാധ്യമല്ലെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അതേസമയം സ്കൂൾ കഴിഞ്ഞ് അലീഷയും ഐറീനും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അതേ റോവർ പക്ഷിയെ വീണ്ടും കാണിക്കുന്നത്. ഇത്തവണ അത് അലീഷയെ ആക്രമിക്കുന്നു. പക്ഷിയുടെ കൊക്കേറ്റ് അലീഷയുടെ
ചെവി മുറിയുന്നു, രക്തം വാർന്നൊഴുകാൻ തുടങ്ങുന്നു. പക്ഷെ ഭീകരമായത് മറ്റൊന്നല്ല. റോവർ പക്ഷി ആകാശത്ത് നിന്ന് എന്തോ താഴേക്കിടുന്നു. അതൊരു മനുഷ്യന്റെ കണ്ണായിരുന്നു. ആ കാഴ്ച കണ്ട അലീഷ ഞെട്ടലോടെ ഐറിനെയും കൂട്ടി വീട്ടിലേക്ക് ഓടുന്നു. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് അതിലും ഭീകരമായ ഒരു രംഗമായിരുന്നു. മേഴ്സിലിൻ ചുമരിന് നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണ്. അടുത്ത നിമിഷം അവൾ സ്വന്തം തല ചുമരിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലെ എല്ലാ വസ്തുക്കളും സ്വയം വിറയ്ക്കുന്നു. ആരോ അദൃശ്യശക്തി വീട്ടിലാകെ സഞ്ചരിക്കുന്നത് പോലെ. പെട്ടെന്ന് മേഴ്സിലിൻ അലീഷയുടെ നേരെ തിരിഞ്ഞു നോക്കുന്നു. അപ്പോൾ മാത്രമാണ് അലീഷ ഒരു ഞെട്ടിക്കുന്ന സത്യം കാണുന്നത്. മേഴ്സിലിന്റെ ഒരു കണ്ണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. റേവർ പക്ഷി താഴെയിട്ടത് മറ്റാരുടെയും കണ്ണല്ല, മേഴ്സിലിന്റെ സ്വന്തം കണ്ണായിരുന്നു. അതിനുശേഷം മേഴ്സിലിൻ സ്വന്തം മകളായ അലീഷയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഐറിൻ വീണ്ടും സാഗറിനെ വിളിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. മേഴ്സിലിൻ മനഃപൂർവ്വം ഇതൊന്നും ചെയ്യുന്നില്ല. അവൾ സ്വയം അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു അദൃശ്യവും പൈശാചികവുമായ ശക്തി അവളെ നിർബന്ധിച്ച് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അതേസമയം പള്ളിയിൽ ഫാദർ സേവ്യറുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകുമ്പോഴേക്കും രാത്രിയായിരുന്നു. അതിനിടയിലാണ് ഇൻസ്പെക്ടർക്ക് മറ്റൊരു ഫോൺ കൂടി ലഭിക്കുന്നത്. ഗ്രാമത്തിന് പുറത്തുനിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ മൃതദേഹങ്ങളും മോർച്ചറിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഒരു വശത്ത് ആശുപത്രിയിലും മറ്റൊരു വശത്ത് മോർച്ചറിയിലും. ഭീകരമായ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരാനുള്ള തുടക്കമായിരുന്നു. സാഗർ തന്റെ സുഹൃത്തായ മുരളിയെയും കൂട്ടി അലീഷയുടെ വീട്ടിലെത്തുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് വിക്ടോറിയയെ സുരക്ഷിതമായി പുറത്തെടുക്കണമെന്നാണ് അവരുടെ ഉദ്ദേശം. ആശുപത്രിയിലേക്ക് അലീഷയെയും മേഴ്സിലിനെയും കൊണ്ടുപോയതിനാൽ വീട്ടിൽ വിക്ടോറിയ മാത്രമേ ഉണ്ടായിരിക്കൂ എന്നവൻ കരുതുന്നു. പക്ഷെ അതേസമയം മോർച്ചറിയിൽ മറ്റൊരു ഭീകര സംഭവം നടക്കാനിരിക്കുകയായിരുന്നു. ഫാദർ സേവ്യറുടെയും മറ്റു 2 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തയ്യാറാക്കുന്നു. ഡോക്ടർ മൃതദേഹങ്ങൾ പരിശോധിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ മോർച്ചറിയിലെ അന്തരീക്ഷം മാറിത്തുടങ്ങുന്നു. ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നിമറയുന്നു. കാറ്റൊന്നുമില്ലെങ്കിലും വാതിലുകൾ സ്വയം തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, ഫാദർ സേവ്യറുടെ മൃതദേഹം ആരും തൊടാതെ മറ്റൊരു ടേബിളിലേക്ക് സ്വയം നീങ്ങിപ്പോകുന്നു. ഇത് കണ്ട എല്ലാവരും നിശ്ചലരാകുന്നു. ഡോക്ടർ ധൈര്യം കണ്ടെത്തി മൃതദേഹത്തിന്റെ വസ്ത്രം മാറ്റി പരിശോധിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വിചിത്രമായ ഡൊമിനിക് ചിഹ്നങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ആ കാഴ്ച കണ്ടതും ഡോക്ടറും ജീവനക്കാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഈ വിവരം ഗ്രാമവാസികൾ അറിയുന്നു. അവർ ഇൻസ്പെക്ടറോട് പറയുന്നു, ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഉടൻ അടക്കം ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ശാപം മറ്റുള്ളവരിലേക്കും പടരും. സാധാരണയായി ഇത്തരം അന്ധവിശ്വാസങ്ങൾ പോലീസ് വിശ്വസിക്കാറില്ല. പക്ഷേ സ്വന്തം കണ്ണാൽ കണ്ട ഇൻസ്പെക്ടർക്ക് അതൊരു സാധാരണ കേസല്ലെന്നുള്ളത് മനസ്സിലാകുന്നു. അതിനാൽ അദ്ദേഹം അവരുടെ വാക്കുകൾ അംഗീകരിക്കുന്നു. ഇതിനിടെ സാഗറും മുരളിയും വിക്ടോറിയയുടെ മുറിക്ക് മുന്നിലെത്തുന്നു. പലതവണ വാതിൽ മുട്ടിയിട്ടും അകത്തുനിന്ന് പ്രതികരണമൊന്നുമില്ല. അവസാനം സാഗർ വാതിൽ തകർത്ത് അകത്തു കയറുന്നു. മുരളി പുറത്തു തന്നെ കാത്തു നിൽക്കുന്നു. മുറിക്കുള്ളിൽ പഴയ ചില ഫോട്ടോകൾ മാത്രം. അവയിലൊന്നിൽ വിക്ടോറിയയും ഭർത്താവും ഒരുമിച്ചുള്ള ചിത്രം. പക്ഷെ വിക്ടോറിയയെ അവിടെ എങ്ങും കാണുന്നില്ല. അതേസമയം ശ്മശാനത്തിൽ ഫാദർ സേവ്യറെയും മറ്റു മൃതദേഹങ്ങളെയും അടക്കം ചെയ്യാനായി കുഴി വെട്ടുകയാണ്. കുഴി കൂടുതൽ ആഴത്തിലെത്തിയപ്പോൾ തൊഴിലാളികൾ മറ്റൊരു പഴയ മൃതദേഹം കണ്ടെത്തുന്നു. അത് പുറത്തെടുത്തപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ആ മൃതദേഹം വിക്ടോറിയയുടേതായിരുന്നു. പക്ഷെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം, വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ആളിന്റെ ശരീരമായിട്ടും അതൊട്ടും അഴുകിയിരുന്നില്ല. മാത്രമല്ല, അവൾ ഇപ്പോഴും ഒരു യുവതിയെപ്പോലെ ആയിരുന്നു. ഇൻസ്പെക്ടർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഒരു നിമിഷം എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം ഉയരുന്നു. അപ്പോൾ ഇത്രയും നാളായി അലീഷയുടെ വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധ ആരാണ്? അവിടെ സാഗർ ഇപ്പോഴും വീട്ടിനുള്ളിലാണ്. പെട്ടെന്ന് അദൃശ്യമായ എന്തോ ഒരു ശക്തി അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ആരെങ്കിലും കഴുത്തിൽ പിടിക്കുന്നത് പോലെയും പിന്നിൽ നിന്ന് തള്ളുന്നത് പോലെയും അവന് തോന്നുന്നു. ഒരു നിമിഷത്തേക്ക് ആ രൂപത്തിന്റെ ഒരു മിന്നൽ ദൃശ്യം പോലും അവൻ കാണുന്നുണ്ട്. ഭയന്ന് വാതിലിനടുത്തേക്ക് ഓടുന്നു. പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല. അവന്റെ നിലവിളിയും മുറിക്ക് പുറത്തേക്ക് കേൾക്കുന്നില്ല. ആരോ മുഴുവൻ വീടിനെയും ഒരു ശക്തി കൊണ്ട് അടിച്ചു പൂട്ടിയിട്ടതുപോലെ. അല്പസമയത്തിന് ശേഷം വാതിൽ സ്വയം തുറക്കുന്നു. സാഗർ മുരളിയെയും കൂട്ടി പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഒരു ഭീകരമായ നിലവിളി കേട്ടത്. ആ ശബ്ദം കേട്ട നിമിഷം തന്നെ മുരളിയുടെ സ്വഭാവം പൂർണ്ണമായും മാറുന്നു. അവന്റെ കണ്ണുകൾ ചുവന്നു. അടുത്ത നിമിഷം അവൻ സാഗറിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ബാസ്കറ്റ്ബോൾ മൈതാനത്തിലെ അടിപിടിയുടെ യഥാർത്ഥ കാരണം മനസ്സിലാകുന്നത്. അന്നും ഇതേപോലെ ഒരു അദൃശ്യ ശക്തി ഒരാളുടെ ശരീരത്തിൽ കയറി അവരെ നിയന്ത്രിച്ചായിരുന്നു. ഇപ്പോഴും ആ ശക്തി മുരളിയെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുകയാണ്. അവൻ സാഗറിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അവസാനം വീടിന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. അതിനിടയിൽ ഗ്രാമവാസികൾ അവിടേക്ക് എത്തുന്നു. പക്ഷെ അവർ വീട്ടിലേക്ക് നോക്കിയ നിമിഷം തന്നെ അവരുടെ മുഖത്ത് ഭയം നിറയുന്നു. അവർ എന്താണ് കണ്ടതെന്ന് സിനിമ കാണിക്കുന്നില്ല. എന്നാൽ ആ കാഴ്ച അവരെ അത്രയേറെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു.
ഒരാൾ പോലും അവിടെ നിൽക്കാതെ എല്ലാവരും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. പരിക്കുകളോടെ സാഗർ ആശുപത്രിയിലെത്തുന്നു. ഇപ്പോൾ അവനൊരു കാര്യം ഉറപ്പായി മനസ്സിലാകുന്നു. അലീഷയുടെയും അവളുടെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ നടക്കുന്നത് സാധാരണ സംഭവങ്ങളല്ല. അതേസമയം ആശുപത്രിയിൽ അലീഷ ഒരാളോടും സംസാരിക്കാതെ ഒരു ചുമരിലേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ്. അവളുടെ മനസ്സും ശരീരവും പതിയെ ആ ഇരുണ്ട ശക്തിയുടെ പിടിയിലാകാൻ തുടങ്ങിയെന്ന സൂചനയാണ് സിനിമ ഇവിടെ നൽകുന്നത്. അടുത്ത ദിവസം രാവിലെ ഇൻസ്പെക്ടർ സാഗറിനെയും അച്ഛനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. മുരളി കഴിഞ്ഞ രാത്രി മുതൽ കാണാതായെന്നും അതിലും ഞെട്ടിക്കുന്ന കാര്യം മുരളിയുടെ മാതാപിതാക്കൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും അദ്ദേഹം അറിയിക്കുന്നു. അതോടെ സാഗർ കണ്ടതെല്ലാം ഇൻസ്പെക്ടറോട് തുറന്നു പറയുന്നു. അലീഷയുടെ വീട്ടിൽ നടന്ന ഓരോ സംഭവവും അവൻ വിശദമായി വിവരിക്കുന്നു. എന്നാൽ ഇൻസ്പെക്ടർ ആദ്യം അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം ഇത്രയും വർഷങ്ങളായി അസ്തിനാപുരം ഗ്രാമത്തിൽ നിന്ന് ഒരു ഔദ്യോഗിക പരാതി പോലും പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. എന്നിരുന്നാലും സാഗറിന്റെ വാക്കുകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അതിനാൽ പഴയ പോലീസ് രേഖകൾ പരിശോധിക്കാൻ ഒരു കോൺസ്റ്റബിളിന് അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. കോൺസ്റ്റബിൾ അസ്തിനാപുരത്തിന്റെ പഴയ ഫയൽ എടുത്ത നിമിഷം തന്നെ വലിയൊരു ഷെൽഫ് പൊട്ടി വീണ് അദ്ദേഹത്തിന്റെ മേൽ പതിക്കുന്നു. അതൊരു അപകടമാണെന്ന് തോന്നിയെങ്കിലും ആ ഫയൽ ആരും തുറക്കരുതെന്ന് ഏതോ അദൃശ്യ ശക്തി ശ്രമിക്കുന്നത് പോലെയായിരുന്നു. ഇതിനിടെ ഇൻസ്പെക്ടറുടെ മേശപ്പുറത്ത് കിടന്നിരുന്ന ഫോട്ടോകൾ സാഗർ ശ്രദ്ധിക്കുന്നു. ഫാദർ സേവ്യറിന്റെയും മറ്റു മൃതദേഹങ്ങളുടെയും ചിത്രങ്ങളായിരുന്നു അവ. അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന അതേ ഡൊമിനിക് ചിഹ്നങ്ങൾ അവൻ വീണ്ടും കാണുന്നു. അവന്റെ സംശയം കൂടുതൽ ശക്തമാകുന്നു. അപ്പോഴാണ് പഴയ കാസറ്റിനുള്ളിൽ നിന്ന് ഒരു VHS കാസറ്റ് എത്തുന്നത്. അത് പ്ലേ ചെയ്തപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അസ്തിനാപുരത്തെ മോർച്ചറിയിൽ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നു. 4 ഡോക്ടർമാർ ചില ദുരൂഹ മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അവർ പരിശോധിച്ച മൃതദേഹങ്ങളിൽ ഒരു വിചിത്രമായ കാര്യം കണ്ടെത്തി. മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മൃതദേഹവും അഴുകിയിരുന്നില്ല. അതുമാത്രമല്ല, അവരുടെ മസ്തിഷ്ക കോശങ്ങൾ അപ്പോഴും സജീവമായിരുന്നു. എന്നാൽ ശ്വസിക്കുന്നില്ല, ജീവനുമില്ല, പൂർണ്ണമായ മരണവുമില്ല. ഇത് കണ്ട ഡോക്ടർമാർ പോലും ഭയന്നു പോകുന്നു. ഇതിലും വിചിത്രമായ ഒരു കാര്യം അവർ കണ്ടെത്തുന്നു. ഒരു മൃതദേഹത്തിന് നാവുണ്ടായിരുന്നില്ല. അതായത് ഏതോ ഒരു വ്യക്തി ഇരുണ്ട ആചാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് സൂചന. ഇതിനിടയിൽ മോർച്ചറിയിലെ ലൈറ്റുകൾ മിന്നിമറയുന്നു. വാതിലുകൾ സ്വയം അടയുന്നു. അകത്തുണ്ടായിരുന്ന എല്ലാ മൃതദേഹങ്ങളും പതിയെ ചലിക്കാൻ തുടങ്ങുന്നു. ഡോക്ടർമാർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും വാതിലുകൾ തുറക്കുന്നില്ല. അവസാനം ആ വീഡിയോ അവിടെ തന്നെ അവസാനിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട ശേഷം ഇൻസ്പെക്ടർ സാഗറിനോട് പറയുന്നു, ഈ കേസിൽ നിന്ന് നീ മാറി നിൽക്കണം. ഇത് സാധാരണ മനുഷ്യർക്ക് നേരിടാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ സാഗർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ മുരളിയെ എല്ലാവരും അന്വേഷിക്കുകയാണ്. അതേസമയം മദർശീല ചില പഴയ രേഖകൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് മുരളിയെ വീണ്ടും കാണിക്കുന്നത്. ഇപ്പോൾ അവന്റെ കയ്യിലും അതേ ഡൊമിനിക് ചിഹ്നങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. അവൻ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നടക്കുന്നു. ആരും ഒന്നും മനസ്സിലാക്കുന്നതിന് മുൻപ് അവൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആ കാഴ്ച കണ്ട വിദ്യാർത്ഥികൾ എല്ലാം നിലവിളിച്ചോടുന്നു. ആംബുലൻസ് എത്തുമ്പോഴേക്കും മുരളി മരിച്ചിരുന്നു. അതിനിടെ മദർശീല ആശുപത്രിയിലെത്തി മേഴ്സിലിനെ കാണുന്നു. ഇനി നീ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ അനുവദിക്കില്ല, അവർ ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. അങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ നിമിഷം മേഴ്സിലിൻ അവരുടെ കയ്യിൽ പിടിക്കുന്നു. ആ നിമിഷം സിനിമ മറ്റൊരു രംഗത്തിലേക്ക് മാറുന്നതിനാൽ പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് പ്രേക്ഷകർക്ക് കാണിക്കുന്നില്ല. അതേസമയം ഇൻസ്പെക്ടറും സാഗറും മേഴ്സിലിനെ ചോദ്യം ചെയ്യാൻ ആശുപത്രിയിലെത്തുന്നു. പക്ഷേ അവളുടെ മുറി ശൂന്യമായിരുന്നു. മുറിയുടെ ചുമരുകൾ മുഴുവൻ രക്തം കൊണ്ട് വരച്ച ഡൊമിനിക് ചിഹ്നങ്ങൾ. മേഴ്സിലിനെ അവിടെ എങ്ങും കാണാനില്ല. അവൾ മരിച്ചിരിക്കാമെന്ന് കരുതി അവർ മോർച്ചറിയിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ മുരളിയുടെ മൃതദേഹം കിടക്കുകയാണ്. പക്ഷെ മേഴ്സിലിന്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനു പകരം മദർ ഷീലയുടെ മൃതദേഹമാണ് അവിടെ കിടന്നിരുന്നത്. മേഴ്സിലിനെ തടയാൻ ശ്രമിച്ചതിന്റെ വിലയായി അവളാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ പോലീസ് മേഴ്സിലിന്റെ കൊലക്കുറ്റത്തിന് തിരയാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ കേസിൽ വെറും ദുരൂഹത മാത്രമല്ല, കൊലപാതകവും ഔദ്യോഗികമായി ചേർന്നു. ഇതിനുശേഷം സിനിമ നേരെ ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നു. മെഴ്സിലിൻ ഒളിവിലായിരിക്കുമ്പോൾ മദർശീലയുടെ വേഷം ധരിച്ച് അവൾ സ്കൂളിലെത്തുന്നു. അവിടെ നിന്ന് സ്വന്തം മകളായ ഐറിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവളുടെ ശരീരം തീർത്തും ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിലും അവളുടെ ഉള്ളിലുള്ള ആ ദുരാത്മാവ് ഇപ്പോഴും പൂർണ്ണ ശക്തിയോടെ പ്രവർത്തിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം സാഗറും ഇൻസ്പെക്ടറും സ്കൂളിലെത്തുന്നു. പക്ഷേ അപ്പോഴേക്കും മെഴ്സിലിൻ ഐറിനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഉടൻ പോലീസ് അലീഷയുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഐറിനെ രക്ഷിക്കുകയും മെഴ്സിലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ഇൻസ്പെക്ടർ വീട് മുഴുവൻ പരിശോധിക്കാൻ പോലീസുകാരോട് നിർദ്ദേശിക്കുന്നു. പക്ഷേ അടുത്ത നിമിഷം വീടിനുള്ളിൽ നിന്ന് തുടർച്ചയായി വെടിയൊച്ചകൾ കേൾക്കാൻ തുടങ്ങുന്നു. ഇൻസ്പെക്ടർ അകത്തേക്ക് ഓടിക്കയറുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. വീടിനുള്ളിലെ പോലീസുകാർ പരസ്പരം വെടിവെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു.
മുറി മുഴുവൻ മുറിച്ചെടുത്ത മനുഷ്യവിരലുകൾ തൂങ്ങിക്കിടക്കുന്നു. അപ്പോഴാണ് സിനിമയുടെ തുടക്കത്തിൽ മേഴ്സിലിൻ പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥം മനസ്സിലാകുന്നത്. എനിക്ക് വിരലുകൾ മുറിക്കണം. അത് വെറും ഒരു ഭ്രാന്തന്റെ സംസാരം മാത്രമായിരുന്നില്ല, ആ ഇരുണ്ട ശക്തിയുടെ ആഗ്രഹമായിരുന്നു. ഇതിനിടയിൽ മേഴ്സിലിൻ വീണ്ടും രക്ഷപ്പെടുന്നു. ഗ്രാമവാസികൾ പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ഇൻസ്പെക്ടർ എങ്ങനെയോ സാഗറിനെയും ഐറിനെയും കൂട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഐറിനെ താൽക്കാലികമായി സാഗറിന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. പക്ഷെ അന്ന് രാത്രി സാഗറിനും ശാന്തമായി ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണുകൾ അടയ്ക്കുന്ന ഓരോ നിമിഷവും മേഴ്സിലിന്റെ മുഖം അവന്റെ മുന്നിൽ തെളിയുന്നു. എല്ലാ ഭാഗത്തു നിന്നും ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദം സഹിക്കാനാവാതെ സാഗർ സ്വന്തം ചെവിക്കുള്ളിൽ കത്തികുത്തി ചെവിപ്പാളി കീറിക്കളയുന്നു. അവൻ ബോധരഹിതനായി വീഴുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നു. ആശുപത്രിയിൽ വെച്ച് സാഗർ അലീഷയെ വീണ്ടും കാണുന്നു. അവൾ ഇപ്പോൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അവളുടെ തലയിണയ്ക്ക് സമീപം വീണ്ടും അതേ ഡൊമിനിക് ചിഹ്നം കാണുന്നു. ഇപ്പോൾ സാഗറിന് ഉറപ്പാകുന്നു, ഗ്രാമത്തിൽ നടക്കുന്ന എല്ലാ മരണങ്ങൾക്കും പിന്നിൽ അലീഷയുടെയും മേഴ്സിലിന്റെയും കുടുംബവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യമുണ്ട്. സേവ്യറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒരു പഴയ ഫോട്ടോ ലഭിക്കുന്നു. ആ ഫോട്ടോയിൽ ഫാദർ സേവ്യറും 4 ഡോക്ടർമാരും ഒരുമിച്ചായിരുന്നു. ആ ഫോട്ടോയുടെ പിന്നിൽ ഒരു പേരെഴുതിയിരുന്നു, ഡാനിയൽ. അവനാണ് ഇനി ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ കഴിയുന്ന ഏക വ്യക്തി. സാഗറും ഇൻസ്പെക്ടറും ഡാനിയലിനെ കണ്ടെത്തി. ആദ്യം അയാൾ ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. പക്ഷേ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ അവസാനം വർഷങ്ങളായി മറഞ്ഞുകിടന്ന സത്യം പുറത്തുവരുന്നു. 1950കളിൽ അസ്തനാപുരം വളരെ സമ്പന്നമായ ഒരു ഗ്രാമമായിരുന്നു. പക്ഷെ അവിടുത്തെ ഭൂരിഭാഗം ആളുകളും സാത്താനെ ആരാധിച്ചവരായിരുന്നു. അവർ സമ്പത്തിനും ഐശ്വര്യത്തിനുമായി മൃഗബലിയും ചിലപ്പോൾ കുട്ടികളുടെ മനുഷ്യബലിയും അർപ്പിക്കുമായിരുന്നു. ആ ഗ്രാമത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരേ ഒരു സ്ത്രീ വിക്ടോറിയ. അവൾ ഭർത്താവിനും കുഞ്ഞായ മേഴ്സിലിനുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. പക്ഷെ ഭർത്താവ് ഗുരുതരമായി രോഗബാധിതനാകുന്നു. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുന്നില്ല. അവസാനം മരിക്കുന്നു. ആ സംഭവത്തോടെ വിക്ടോറിയയുടെ ദൈവവിശ്വാസം തകരുന്നു. അപ്പോഴാണ് ഈ ഒരു പുസ്തകം ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ളത് അവൾ അറിയുന്നത്. ആ പുസ്തകത്തിന്റെ സഹായത്തോടെ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു. അവൾ ഭർത്താവിന്റെ മൃതദേഹവുമായി ഫെർണാണ്ടസിന്റെ കല്ലറയിലെത്തുന്നു. സാത്താനെ ആരാധിച്ച് ആചാരം ആരംഭിക്കുന്നു. സ്വന്തം നാവ് മുറിച്ച് ബലിയർപ്പിക്കുന്നു. പക്ഷേ ഗ്രാമവാസികൾ എത്തി ആ ചടങ്ങ് തടസ്സപ്പെടുത്തുന്നു. വിക്ടോറിയയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ആ ആചാരം പൂർണ്ണമാകാതെ അവസാനിക്കുന്നു. ഡാനിയൽ പറയുന്നതനുസരിച്ച് ആ അപൂർണമായ ആചാരമാണ് ഗ്രാമത്തിനുമേൽ ശാപം കൊണ്ടുവന്നത്. അതിനുശേഷം ഗ്രാമത്തിൽ ക്ഷാമവും മരണവും ദുരന്തങ്ങളും ആരംഭിച്ചു. സാത്താൻ ഇനി ഓരോ 10 വർഷം കൂടുമ്പോഴും ഒരു കുട്ടിയുടെ ബലി ആവശ്യപ്പെടാൻ തുടങ്ങി. അതായിരുന്നു ആ ഗ്രാമത്തിൽ ഇന്നും തുടരുന്ന രക്തരൂക്ഷിതമായ ആചാരം. പക്ഷേ വിക്ടോറിയ മരിച്ചിട്ടും അവളുടെ ആത്മാവ് അപ്രത്യക്ഷമായില്ല. അവൾ സ്വന്തം മകൾ മേഴ്സിലിന്റെ ശരീരം ഉപയോഗിച്ച് മനുഷ്യബലികൾ നടത്തിക്കൊണ്ടിരുന്നു. ഓരോ ബലിയോടൊപ്പവും അവളുടെ ആത്മശക്തി വർദ്ധിച്ചു. അവസാനം വീണ്ടും സ്വന്തം യുവശരീരത്തിലേക്ക് മടങ്ങി. ഭർത്താവിനെ ജീവനോടെ തിരികെ കൊണ്ടുവരികയായിരുന്നു അവളുടെ യഥാർത്ഥ ലക്ഷ്യം. ഡാനിയൽ അവസാനമായി ഒരു നിർണായക രഹസ്യം വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കണമെങ്കിൽ ആ പുസ്തകം കണ്ടെത്തി നശിപ്പിക്കണം. കാരണം ഒരു ശാപത്തിന്റെ തുടക്കവും അവസാനവും ആ പുസ്തകത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഗ്രാമവാസികൾ ആ പുസ്തകത്തെ ജീവൻ കൊടുത്ത് കാത്തുസൂക്ഷിക്കുകയാണ്. കാരണം ആ പുസ്തകം നശിച്ചാൽ തങ്ങളും നശിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. സിനിമ അവസാനിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. വിക്ടോറിയയുടെ ആത്മാവ് പൂർണ്ണമായും നശിച്ചോ? പുസ്തകം യഥാർത്ഥ രൂപത്തിൽ നശിപ്പിക്കാനാകുമോ? സാത്താന്റെ ശാപം അവസാനിച്ചോ? ഇതൊന്നും സിനിമ വ്യക്തമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 2ാം ഭാഗത്തിനുള്ള സാധ്യത ഈ ഒരു സംവിധായകൻ നിർത്തിയിട്ടാണ് ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.